നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഒന്നും അറിയാണ്ടിരിക്കുക, തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തെറ്റിദ്ധാരണയിൽ നിൽക്കുകയാണ്. കാരണം തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാരണം നമ്മളെ കവർ ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുക, അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതും വെച്ചിട്ട് ഗുജറാത്ത് എന്നുള്ളൊരു അത് വളരെ ദാരിദ്ര്യം മാറിയില്ല. അങ്ങനെ നെറ്റിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷനും എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, നിങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, മധ്യപ്രദേശിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ കേരളത്തിൽ, അവരോട് ജസ്റ്റ് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ കേരളമാണോ അല്ല നിങ്ങളെ ഗുജറാത്തിൽ മധ്യപ്രദേശ് എവിടെയാണ് ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ? അവർ പറയും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു വില്ലേജ് പോലെയാണ്, ഒരു വില്ലേജ് ആംബിയൻസ് ആണ് കിട്ടുന്നതെന്ന് അവർ പറയും. മനസ്സിലാവുന്നുണ്ട്? അത്രയും ഡെവലപ്മെൻറ്റ്സ് ഗുജറാത്ത് മധ്യപ്രദേശിലൊക്കെ ഉണ്ട്. മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുബായ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാം. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഈ ഒരു ഡെയിലി വേജസ്, ദിവസേന കിട്ടുന്ന വേതനം, ഡെയിലി കിട്ടുന്നൊരു വേതനം നമുക്കൊരു 1000 rupees, 1000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ട് അവിടെ നോർമലി അവിടെ പണം കുറവ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2-3 കേസുകൾ ഇതിൽ ഉണ്ട്. കാരണം ഗൾഫ് കൺട്രീസിൽ കൂടുതലായിട്ട് നമ്മളെ കേരളത്തിലെ ജനങ്ങൾ പോവുകയും ഇമ്പോർട്ട്, അതായത് ക്യാഷ് നമുക്ക് ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പണത്തിൻ്റെ മൂല്യം കൂടുകയുള്ളൂ. പക്ഷെ വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് പണത്തിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു കാര്യമല്ല, എക്സ്പോർട്ടിങ് ഇല്ലാതെ ഇമ്പോർട്ടിങ് മാത്രമാകുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അതിൽ കുറേ ഉണ്ട്. യുദ്ധത്തിൻ്റെ ഉണ്ട്, പിന്നെ കൂടുതൽ പല കേസുകളും അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാറുമ്പോഴൊക്കെ പണത്തിൻ്റെ മൂല്യം മാറും. ഇതിൽ മെയിൻലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2 പേരും ഭരിച്ചു, ഇനി ഒരു BJP കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പറയുന്നത് അങ്ങനെ തോട്ട് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഈ 10 വർഷം കൊണ്ട് ഒരു വികസനം വന്നിട്ടില്ല. കാരണം ഈ തൊഴിൽ ക്ഷാമം, എല്ലാവരും തൊഴിൽ രഹിതരായിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കേരളത്തിൽ ജനിച്ചു വളരുന്നൊരു ആൾക്ക് അവിടെ ചുരുക്കം ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. ഒരു 40% ആൾക്കാർ പുറത്തേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഈ GCC കൺട്രിയിലേക്കല്ല എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മലയാളികളാണ്. എന്തുകൊണ്ട് മലയാളികൾ മാത്രം ഇത്രയും കൂടുതൽ? ഹിന്ദിക്കാരും ഉണ്ടാകും, പക്ഷേ മലയാളികൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇവിടെ ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ല, കമ്പനീസ് വരുന്നില്ല, അതിനുള്ള തൊഴിൽ ക്ഷാമം വരികയാണ്. കമ്പനീസ് വരാത്തതുകൊണ്ട് തൊഴിൽ കിട്ടില്ല. ഇപ്പോൾ ഈ ഗുജറാത്തിൽ തന്നെ ഇപ്പോൾ ഒരു പട്ടേൽ പ്രദീപ് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ വിമർശിച്ച ആളാണ്, ഇത്രയും ദാരിദ്ര്യം. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. ബട്ട് ഇവനിപ്പോൾ ആ ഒരു സ്ഥലത്തുള്ളവർക്ക് എന്താ പറയുക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറിപ്പോയി. അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ കിട്ടി. അവിടെ കൊണ്ടുപോകാൻ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഗൈഡ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനായിട്ടും അവിടെ ക്ലീനിങ് ആയിട്ടും എല്ലാത്തിനും, അവിടെ മെയിൻ്റെനൻസ് എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ജോബ് കിട്ടുക. അതേപോലെ പല കമ്പനീസുകൾ വരിക. ഓരോരോ കമ്പനീസ് വരുമ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾക്ക് ജോബ് കിട്ടുകയും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഒരു കമ്പനി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുന്നു.